Hello friends, welcome to CTK Vlogs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ബോയ ബൈ M1 എന്ന മൈക്കിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ. ഇത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വോയിസ് ക്വാളിറ്റി കിട്ടും. ഇത് യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിക്കാണ്. സാധാരണ 200 അതിൻ്റെ അളവിലുള്ള അതിൻ്റെ റേറ്റിലുള്ള ഒരു മൈക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ഫോണിലോട്ട് കളക്ട് ചെയ്ത് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന അതുപോലെയല്ല ബോയ ബൈ M1 എന്ന് വെച്ചാൽ മൈക്കിൽ. അത് കുറച്ച് ഒരു ടെക്നിക്കലാണ് ഈ മൈക്ക്. ഇത് കൂടുതലും യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന മൈക്കാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചിടുന്നതായിരിക്കും. നല്ല കുറഞ്ഞ മൈക്ക് വാങ്ങുന്നതിനെക്കാട്ടും ഇത് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് ഈ മൈക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് ഇത് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. നിങ്ങളൊരു വ്ളോഗറാണോ അതോ നിങ്ങൾ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ മൈക്ക് സൗണ്ട് ക്വാളിറ്റി എല്ലാം നല്ല രീതിക്ക് ക്വാളിറ്റിയോടെ ഇരിക്കുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണോ, അതോ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ തന്നെ ഫസ്റ്റ് വീഡിയോസിൻ്റെ സൗണ്ട് ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോയ ബൈ M1 എന്ന് വെച്ചാൽ മൈക്ക് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂവിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കി തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. അങ്ങനെ ഫ്രണ്ട്സ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഫോൺ ആഡിയോയിലാണ്. അടുത്ത് ഇത് അൺബോക്സ് ചെയ്തിട്ട് ബോയ ബൈ M1 എന്ന് വെച്ചാൽ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ച് തരാം. അൺബോക്സിങ്ങിൽ കിടക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഒരു ഫസ്റ്റ് മുകളിലത്തെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടാൽ മതി. ഇനി എളുപ്പമാണ്, നമുക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് മൈക്ക് കിട്ടുന്നത്. നമുക്ക് ശ്രദ്ധിച്ചെടുക്കാൻ്റെയാണ്. ഇത് ഒരു ഡേഞ്ചറസ് ആണെന്ന് തന്നെ പറയാം. പോയപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ അകത്തുള്ള സാധനം ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് നേരെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതിനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ് ഫസ്റ്റ് തരുന്നത് ഇതാണ്. നമുക്ക് ബോയ ബൈ M1 എന്ന് വെച്ചാൽ മൈക്ക് ഈ പൗച്ചിലാണ് തരുന്നത്. എല്ലാവർക്കും പരിചയമുള്ള ഒരു പൗച്ചാണ് ചെയ്യുന്നത്. അവരെ ബഡ്ജിങ്ങും കാര്യങ്ങളും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ബോയ. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കണതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് വേറെ ഉള്ളത് അവരെ യൂസർ മാനുവലാണ് അടുത്ത് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വായിക്കണമെന്നെങ്കിൽ വായിക്കാം. യൂസർ മാനുവൽ നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ വായിക്കുന്നില്ല. അടുത്ത് അവരെ സ്റ്റിക്കറാണ്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റിക്കറാണ് തന്നിട്ടുള്ളത്. ഇത് വാറണ്ടി കാർഡാണെന്ന് തോന്നുന്നു. വാറണ്ടി കാർഡ് അവർ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാഷയല്ല. ഇതൊന്നും ചൈനയുടെ ആണെന്ന് തോന്നുന്നുണ്ട്. ചൈനയുടെയാണ് ബോയ ബൈ M1 നേരെ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇതെങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതാ കാണിച്ചു. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഫ്രണ്ട്സ് ഇവിടെ ബോയ എഴുതി കാണിച്ചിട്ടുണ്ട്. ദെൻ ബൈ M1 എന്നിട്ടൊരു ഒരാളെ ഫോട്ടോ കാണിച്ചിട്ട് മൈക്രോഫോൺ. അത് നമുക്ക് DSLR ക്യാമറയിലും കണക്ട് ചെയ്യാം, ഫോണിലും കണക്ട് ചെയ്യാം. നേരെ മൈക്കിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് കടക്കാം. ഫ്രണ്ട്സ് മൈക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു വയറാണ് ബോയ ബൈ M1. ദെൻ ഇത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് മെറ്റലാണ്. ഇത് കറക്റ്റ് മെറ്റൽ തന്നെയാണ്. ഒരു ക്ലിപ്പും തന്നിട്ടുണ്ട് ബോയ ബൈ M1. ഇതിൻ്റെ അകത്ത് ബാറ്ററി ഇടാം. ഒരു കവറിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫുള്ളോടെ കവറാണ് ഫുള്ളും.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ഐറ്റമാണ് ഒരു പിന്നാണ് കേബിളിൽ കൊടുക്കുന്നത് പിന്നാണ്. അത് നമുക്ക് ക്യാമറയിലേക്ക് കൊടുക്കാനായിരിക്കും, ക്യാമറയിലായിരിക്കണം, ഫോണിൽ അപ്പോൾ നമുക്ക് അടുത്ത് BOYA M1 ഇങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നേരെ കിടക്കാം. അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ BOYA by M1 മൈക്ക് വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് കാണാമായിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാരിറ്റി എന്താണ്. നേരത്തെ ആ പഴയ സൗണ്ടും ഇപ്പോഴത്തെ ഈ BOYA by M1 മൈക്കിൻ്റെ സൗണ്ടും തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത്രയും നല്ല എഫക്റ്റോടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു മൈക്കാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യില്ല, മാക്സിമം ഷെയർ ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇതേപോലെ ചെയ്യുക. ഫ്രണ്ട്സ്, അടുത്ത എൻ്റെ ചാനലിൽ വരാൻ പോകുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ വ്ളോഗിങ് വീഡിയോസ്, ടെക്നിക്കൽ വീഡിയോസ്, അൺബോക്സിങ് ആൻഡ് റിവ്യൂ, ബെസ്റ്റ് റിവ്യൂസ്, അങ്ങനെ നല്ല നല്ല വീഡിയോസ് വരികയാണ്. നിങ്ങൾക്ക് ആ കണ്ടൻറ്റോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി വരുവാൻ പോവുകയാണ്. അതുമാത്രമല്ല COVID-19 അതായതുകൊണ്ടാണ് ഇപ്പോൾ വ്ളോഗിങ് വീഡിയോസ് വലുതായിട്ട് വരാത്തത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗിൻ്റെ, അപ്പോൾ അത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഒരു വൈബായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.